Dear students, നമ്മൾ ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിനിലെ ലാസ്റ്റ് സ്റ്റേജ് പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഇന്നത്തോടുകൂടി നമ്മൾ ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിനിൻ്റെ കാൽക്കുലേഷൻസ് പഠിക്കൽ നമ്മൾ നിർത്തുകയാണ്. നമുക്ക് ലാസ്റ്റ് സ്റ്റേജ് പ്രോബ്ലത്തിലേക്ക് നോക്കാം. Mrs. Fatima has two houses. The first house was used by her for her residential purpose. She acquired this house from her aunt as gift in August 1988. This house was actually purchased by her aunt in 1979 for rupees 8,40,000. Its fair market value on 1st April 2001 was rupees 9,80,000. She made some improvement to this house during the previous year, for which she had spent rupees 7,500 and sold it on December 2019 for rupees 15 lakh. അപ്പോൾ ഒരു വീടിൻ്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് ഫാത്തിമയ്ക്ക് 2 വീടുകളുണ്ട്. അതിലത്തെ ഫസ്റ്റ് വീടിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഫസ്റ്റ് വീട് അവർ ഉപയോഗിക്കുന്ന റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഇനി അവർക്ക് ഈ വീട് അവരുടെ ആൻറ്റിയിൽ നിന്ന് ഗിഫ്റ്റായി കിട്ടിയതാണ് 88-ൽ. ഈ വീട് ആൻറ്റി വാങ്ങുന്നത് 79-ലാണ് 84,000 രൂപയ്ക്കാണ് വാങ്ങിയിട്ടുള്ളത്. ഇനി 79-ന് വാങ്ങിയ വീടിൻ്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ തന്നിരിക്കുകയാണ് 2001-ൽ 98,000 രൂപ എന്ന്. അപ്പോൾ അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ 2 എമൗണ്ടും കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ ഹയസ്റ്റ് എമൗണ്ട് ഏതാണോ അതാണ് നമ്മൾ കോസ്റ്റ് ഓഫ് എക്വിസിഷനായിട്ട് നമ്മൾ എടുക്കേണ്ടത്. സോ ദി കോസ്റ്റ് ഓഫ് എക്വിസിഷൻ എമൗണ്ട് വിൽ ബി 98,000. ഇനി ഷീ മെയ്ഡ് സം ഇംപ്രൂവ്മെൻറ്റ് to this house during the previous year, for which she expended rupees 7,500. ഇനി കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻ്റ് ആണ് 7,500 രൂപ തന്നിട്ടുള്ളത്. എന്നിട്ട് ഈ വീട് വിൽക്കുന്നു ഡിസംബർ 2019 15 ലക്ഷം രൂപയ്ക്ക്. അപ്പോൾ ഇതിൽ നെക്സ്റ്റ് പാരഗ്രാഫിൽ അടുത്ത വീടിനെ കുറിച്ചുള്ള ഇൻഫർമേഷനാണ്. നെക്സ്റ്റ് പാരഗ്രാഫിൽ അടുത്ത ഒരു ക്യാപിറ്റൽ അസറ്റ് ജ്വല്ലറിനെ കുറിച്ചുള്ള ഇൻഫർമേഷനാണ്. അപ്പോൾ ഇത് ഓരോന്നായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓരോന്നിനും എന്താണ് ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇതിൽ ഫസ്റ്റിലെ ക്യാപിറ്റൽ ഗെയിൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഹൗസുമായി ബന്ധപ്പെട്ടിട്ട് സെല്ലിംഗ് പ്രൈസ് ഓഫ് ദി ഹൗസ് എത്രയാണ്? 15 lakh ആണ്. അതിൽ നിന്ന് നമ്മൾ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ, ഞാൻ പറഞ്ഞു നമ്മൾ കോസ്റ്റ് ഓഫ് എക്വിസിഷനായിട്ട് എടുക്കേണ്ടത് ഫെയർ മാർക്കറ്റ് വാല്യൂവും അതേമാതിരി തന്നെ മുന്നേ ഉണ്ടായിരുന്ന വിലയും തമ്മിൽ കമ്പയർ ചെയ്തെടുത്ത വലിയ എമൗണ്ട് ഏതാണോ അതാണ് നമ്മൾ എടുക്കേണ്ടത്. സോ വി ആർ ടേക്കിംഗ് 98,000 ആസ് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ ഇൻറ്റു 289 ഡിവൈഡഡ് ബൈ 100. അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ എമൗണ്ട് കോളത്തിൽ എഴുതി. ഇനി കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് തന്നിട്ടുണ്ട് 7,500 രൂപ എന്ന്. അത് നമ്മൾ ഈ 2 എമൗണ്ടും നമ്മൾ ഏതിൽ നിന്ന് മൈനസ് ചെയ്യുന്നു? 15 lakhൽ നിന്ന് മൈനസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നു 12,09,280 രൂപ. 12,09,280. ഇനി ഇതിൽ നിന്ന് നെക്സ്റ്റ് ഇവർ എക്സംഷൻ ഉണ്ട് കേട്ടോ. ആ എക്സംഷൻ്റെ കാര്യം നെക്സ്റ്റിൽ തന്നെ പറയുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ക്വസ്റ്റിൻ്റെ ബാക്കി നമുക്ക് നോക്കാം. She purchased another house for her residence in February 2020 for rupees 8 lakh. വേറൊരു വീട് വാങ്ങിയിട്ടുണ്ട് ഫെബ്രുവരി 2020-ന് എത്ര ലക്ഷം രൂപയ്ക്ക്? 8 ലക്ഷം രൂപയ്ക്ക്. She purchased a second house for rupees 1,72,000 in 2008-9 and then let it out for residential purpose. ഇതേമാതിരി തന്നെ ഇവർ 2008-9 കാലഘട്ടത്തിൽ 1,72,000 രൂപയുടെ വേറൊരു വീട് വാങ്ങിയിട്ടുണ്ട്. എന്നിട്ട് അത് ലെറ്റ് ഔട്ട് ചെയ്തു. She later sold this house in July 2019 for rupees 3,50,000. ഈ 1,72,000 രൂപയുടെ വീട് ഇവർ 3.5 ലക്ഷം രൂപയ്ക്ക് ജൂലൈ 2019 വിറ്റു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇതിൽ എക്സംഷൻ കിട്ടും നമുക്ക്. അതായത് 12 ലക്ഷത്തിൽ ചെല്ലാൻ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടല്ലോ. അതിൽ നിന്ന് നമുക്ക് എക്സംഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷനാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ ഇവിടെ തന്നിട്ടുള്ളത്. ഏത്? ഷീ പർച്ചേസ്ഡ് അനദർ ഹൗസ് ഫോർ ഹെർ റെസിഡൻസ് ഇൻ ഫെബ്രുവരി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ 15 ലക്ഷം രൂപ വിറ്റിട്ട് ആ വില കൊണ്ടാണ് ഇവർ ഈ രണ്ടാമത്തെ വീട് വാങ്ങുന്നത്. പർച്ചേസ്ഡ് അനദർ ഹൗസ് ഫോർ rupees 8 lakh. അപ്പോൾ ഈ 8 lakh rupees നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? നമുക്ക് എക്സംഷൻ കിട്ടും. അപ്പോൾ അത് നമ്മൾ കുറച്ചിട്ട് ബാക്കി നമുക്ക് ആ ഫസ്റ്റ് ഹൗസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് 4,09,280 രൂപ എഴുതുക. ഇനി സെക്കൻഡ് ഹൗസുമായി ബന്ധപ്പെട്ടിട്ട് എന്താ പറയുന്നത്? 1,72,000 രൂപയ്ക്ക് വീട് വാങ്ങി 3.5 ലക്ഷം രൂപയ്ക്ക് വീട് വിറ്റു. അപ്പോൾ എന്താ അവിടെ പറയുന്നത്? സെല്ലിംഗ് പ്രൈസ് 3.5 ലക്ഷം രൂപ പ്ലസ് ഇൻഡെക്സ് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ 1,72,000 ഇൻറ്റു 289 ഡിവൈഡഡ് ബൈ 137 ആണ്. അതായത് വാങ്ങിയ കാലത്തെ ഇൻഡെക്സ് നോക്കുന്നു. ആൻഡ് വി വിൽ ബി ഗെറ്റിംഗ് ഹിയർ ദിസ് എമൗണ്ട് ഈസ് ലാർജർ ആൻഡ് ഹിയർ വി വിൽ ബി ഗെറ്റിംഗ് എ ക്യാപിറ്റൽ ലോസ്. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യുക? ലോസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബ്രാക്കറ്റിൽ എഴുതുക കേട്ടോ. ഇനി നെക്സ്റ്റ് അസറ്റ് എന്താ പറയുന്നത്? ഷീ പർച്ചേസ് ജ്വല്ലറി ഇൻ 2008-9 for rupees 2,25,000. ജ്വല്ലറി വാങ്ങിയത് 2008-ൽ 2,25,000 രൂപയ്ക്ക്. ഷീ സോൾഡ് ദിസ് ജ്വല്ലറി ഓൺ 3rd March 2020 for rupees 7,50,000. 2.25 ലക്ഷത്തിന് വാങ്ങിയിട്ട് 7 ലക്ഷം രൂപയ്ക്ക് ജ്വല്ലറി വിറ്റു. ആൻഡ് പർച്ചേസ്ഡ് ഓൺ
21st of the same month ന്യൂ ജ്വല്ലറി ഫോർ റുപ്പീസ് 90,000. എന്നിട്ട് ആ പൈസ കൊണ്ട് പുതിയ ജ്വല്ലറി വാങ്ങിയത് 90,000 രൂപയ്ക്ക്. പക്ഷേ നമ്മൾ ഒരു സെക്ഷൻ പഠിക്കുന്ന സമയത്തും ജ്വല്ലറി പുതിയത് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഡിഡക്ഷൻ കിട്ടുന്നതായിട്ട് നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ സെക്ഷനിലെ പുതിയ അസറ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കൃത്യമായി അറിയണം. ആ സെക്ഷനിൽ പറയുന്ന അസറ്റുകൾ വാങ്ങിയാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഡിഡക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ ജ്വല്ലറി വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു ഡിഡക്ഷൻ നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ ജ്വല്ലറിയുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണ് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുക? ആദ്യം നമ്മൾ സെല്ലിംഗ് പ്രൈസ് ഓഫ് ജ്വല്ലറി എത്ര എഴുതി? 7 ലക്ഷം എഴുതി. ദെൻ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ 2.4 ഇൻറ്റു 289/137. എന്നിട്ട് ആ എമൗണ്ട് മൈനസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടി? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഔട്ടർ എമൗണ്ട് കോളം നമ്മൾ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതിൽ ഒന്ന് ക്യാപിറ്റൽ ലോസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 4,09,280 കൂടെ 2,75,365 രൂപ കൂട്ടുകയും അതിൽ നിന്ന് 12,833 രൂപ കുറയ്ക്കുകയും ചെയ്യണം. ആൻഡ് ദ ടോട്ടൽ ക്യാപിറ്റൽ ഗെയിൻ വിൽ ബി 6,71,612. Okay. Now moving to next question. X purchased 2,200 equity shares of A Limited in 1998-99 at the rate of ₹15 per share. ഇവിടെ വാങ്ങുന്ന ഇക്വിറ്റി ഷെയർ 2,200 ഇക്വിറ്റി ഷെയർ വാങ്ങുന്ന ഒരു ഷെയറിൻ്റെ വില 15 രൂപ. In 2001-2 he got 500 ബോണസ് ഷെയർസ്. 500 ബോണസ് ഷെയർ കിട്ടിയിട്ടുണ്ട്. ഈ ബോണസ് ഷെയറിൻ്റെ കാൽക്കുലേഷൻ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കോസ്റ്റ് ഓഫ് എക്വിസിഷൻ നമ്മൾ നോക്കേണ്ട കാര്യമാണ് അതിൽ കേട്ടോ. ഓൺ 30th May 2019 he sold 2,200 ഒറിജിനൽ ഷെയർസ് അറ്റ് ദ റേറ്റ് ഓഫ് ₹100 per share. 15 രൂപയ്ക്ക് വാങ്ങിയ ഷെയർ 100 രൂപയ്ക്ക് വിറ്റു എന്നാണ് പറയുന്നത്. ദെൻ ഫർദർ ഓൺ 30th November 2019 he sold 500 ബോണസ് ഷെയർസ് അറ്റ് ദ റേറ്റ് ഓഫ് 55 per share. ഇനി ബോണസ് ഷെയർ കിട്ടിയിട്ടുണ്ടല്ലോ, ബോണസ് ഷെയറിന് വേണ്ടിയിട്ട് പൈസയൊന്നും കൊടുത്തിട്ടുണ്ടാവില്ല അല്ലേ? നമുക്കറിയാമല്ലോ ബോണസ് ഷെയർ നമുക്ക് വെറുതെ കിട്ടുന്നതാണ്. അപ്പോൾ ആ ബോണസ് ഷെയർ 55 രൂപ പെർ ഷെയറിന് വെച്ചിട്ട് വിറ്റിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ സെല്ലിംഗ് പ്രൈസ് ഓഫ് ഒറിജിനൽ ഷെയർ എത്രയാണ്? 2,200 ഷെയർ 100 രൂപയ്ക്കല്ലേ വിറ്റത്. അപ്പോൾ 2,20,000 രൂപ. നെക്സ്റ്റ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ എങ്ങനെയാണ് വരുന്നത്? നമുക്ക് എത്ര വരും? 2,200 ഇൻറ്റു 15 അതാണ് 33,000 ഇൻറ്റു 289/100. ആൻഡ് from this amount we will be deducting from this 2,20,000 and we will be getting the long term capital gain. ഇനി നമുക്ക് നെക്സ്റ്റ് ബോണസ് ഇഷ്യൂമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൻ്റെ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ നോക്കണം. ഇവിടെ എന്താ പറയുന്നത്? സെല്ലിംഗ് പ്രൈസ് ഓഫ് ബോണസ് ഷെയർ എത്രയാണ്? 500 ഷെയർ ഉണ്ട്, 55 രൂപയ്ക്ക് വിറ്റിട്ടുണ്ട്. ബോണസ് ഷെയർ വാങ്ങാൻ വേണ്ടി നമ്മൾ പൈസ എന്തെങ്കിലും ചിലവാക്കിയിട്ടുണ്ട്. എപ്പോഴും ബോണസ് ഷെയറിൻ്റെ കോസ്റ്റ് ഓഫ് എക്വിസിഷൻ നില്ലായിരിക്കും കേട്ടോ. അത് ക്വസ്റ്റ്യനിൽ തരില്ല, പക്ഷെ നമുക്കറിയണം കോസ്റ്റ് ഓഫ് എക്വിസിഷൻ ഓൾവേസ് വിൽ ബി നിൽ. സോ ഫുൾ എമൗണ്ട് നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ ആണല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ നമുക്ക് ടോട്ടൽ ക്യാപിറ്റൽ ഗെയിൻ എത്രയാണ്? രണ്ടും കൂടി കൂട്ടുക. ആൻഡ് വി വിൽ ബി ഗെറ്റിംഗ് 1,52,130. ഓക്കെ. Now another question. Mr. Davis has purchased a gold ring as on 17/8/2018 for ₹20,000. 20,000 രൂപയ്ക്ക് വാങ്ങിയിട്ടുണ്ട്. On 1/5/2019 അതായത് നമ്മുടെ പ്രീവിയസ് ഇയറിൽ he assumed a diamond on it costing ₹25,000. ഈ ഗോൾഡ് റിങ്ങിൻ്റെ മുകളിൽ ഡയമണ്ട് വെച്ചു, 25,000 രൂപ ഡയമണ്ട് വെച്ചു. On 1/8/2019 he sold such ring for ₹80,000. എന്നിട്ട് ഈ റിങ് എന്ത് ചെയ്തു? വിറ്റു, 80,000 രൂപയ്ക്ക് വിറ്റു. ആൻഡ് incurred brokerage for arranging customer ₹5,000. അത് വിൽക്കാൻ വേണ്ടിയിട്ട് എത്ര രൂപ ചിലവായിട്ടുണ്ട്? 5,000 രൂപ ചിലവായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാമല്ലോ. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുക കേട്ടോ. ഇത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെ കാൽക്കുലേഷനാണ്. 30,000 രൂപയാണ് കിട്ടേണ്ടത്. Now moving to next question. On 23rd December 2019, Raja sold 500 grams of gold, the sale consideration of which was ₹13,50,000. അതായത് 500 ഗ്രാം ഗോൾഡ് വിറ്റു 13,50,000 രൂപയ്ക്ക്. ഹി ഹാസ് സെക്യൂർഡ് ദിസ് ഗോൾഡ് ഓൺ 20th August 2001. 2001 വാങ്ങിയിട്ടുള്ള ഗോൾഡാണ്. അന്ന് വാങ്ങാൻ വേണ്ടി ചിലവായത് 4 ലക്ഷം രൂപ. ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് 500 grams ഓഫ് ഗോൾഡ് ഓൺ 1st April 2001 വാസ് ₹3,50,000. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ രണ്ട് എമൗണ്ടും കൂടി കമ്പയർ ചെയ്യണം. വിച്ച് എവർ ഈസ് ഹയർ വി വിൽ ബി ടേക്കിംഗ് അസ് അവർ കോസ്റ്റ് ഓഫ് എക്വിസിഷൻ. Then find out the amount of capital gain chargeable to tax for the assessment year 2020-21. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടണം 2,30,000 രൂപ. So by this we are stopping our portion income from capital gain. Okay, thank you.